നമസ്കാരം. ഉദ്ഘാടന വേളയിൽ 10 വർഷം പാഴായതിനെ കുറിച്ച് പറഞ്ഞ മുഖ്യമന്ത്രി 140 ദിവസം പാഴാക്കിയവരെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. സെയിൽ കമ്മിറ്റി ആരംഭിക്കുന്നു. പാഴാക്കിയ ചരിത്രം അത് ആര് പാഴാക്കിയാലും അത് പറയണ്ടേ? അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ 140 ദിവസത്തെ സമരത്തിന് ചൂട്ടുപിടിച്ചു കൊടുത്തത് അതിൻ്റെ വക്താക്കൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഇടതും വലതും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് പറയാൻ കാരണം 18-ാം തീയതി രാവിലെ സെയിൽ കമ്മിറ്റിയുടെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചു. ഒരു ചെറിയ വീഡിയോ ആണോ ഫോട്ടോ ആണെന്ന് ഓർക്കുന്നില്ല, ഫോട്ടോ ആണെന്ന് തോന്നുന്നു. നമ്മുടെ വിഴിഞ്ഞ ഫിഷിംഗ് ഹാർബറിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് കണ്ടെയ്നർ ടെർമിനലിൻ്റെ ക്രെയിനൊക്കെ കാണുന്ന വിധത്തിലൊരു ഫോട്ടോ വെച്ച് എനിക്ക് വളരെ അതിശയമായി. കാസർഗോഡുകാരൻ ഫൈസലാണ് അയച്ചത്. അപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ഫൈസൽ തിരുവനന്തപുരത്ത് എത്തിയോ? ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയോ? എനിക്ക് വലിയ അതിശയമായി. കാരണം ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുക, നമുക്ക് ട്രാക്കത്തോടുള്ള അദ്ദേഹം സമ്മാനം നേടുക വരെ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഒന്ന് ഉദ്ഘാടനം കാണണമെന്ന് തോന്നി. ആദ്യത്തെ ഗേറ്റ് തുറക്കുന്ന കണ്ടെയ്നർ പോകുന്നത് വരുന്നത് കാണണമെന്ന് തോന്നി. കാസർഗോഡ് നിന്ന് ട്രെയിനിൽ കയറി ഇങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞു, ഫിഷിംഗ് ഹാർബറിൻ്റെ അവിടെ അല്ല, അങ്ങ് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോകണം. ഞാൻ നമ്മുടെ മോഹൻകുമാറിനെ കണക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ അദ്ദേഹം അവിടെ പോയി, അദ്ദേഹം കണ്ട് അദ്ദേഹം അവിടെ വെച്ചൊരു വീഡിയോ ഒക്കെ എടുത്തു. ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ ഗേറ്റ് ഭാഗത്താണ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് 30 വർഷമായിട്ട് കാത്തിരിക്കുന്ന ഒരു വിപ്ലവമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം തന്നെ വിഴിഞ്ഞം പോർട്ടിൻ്റെ എക്സിം കാർഗോ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ കൂടെ നസീമുദ്ദീൻ സാറുണ്ട്, കൂടെ തന്നെ മോഹൻ സാറും കൂടി എൻ്റെ കൂടെ ഉണ്ട്. ഇത് നമ്മളെ കേരളത്തിന് മാത്രമല്ല, ഇന്ത്യക്ക് തന്നെ അഭിമാനമായ ഒരു നേട്ടം കൂടിയാണ് വിഴിഞ്ഞം പോർട്ട്. വൈകുന്നേരമായപ്പോൾ ഞാൻ അദ്ദേഹം തിരിച്ച് വീട്ടിലോട്ട് പോയോ എന്നൊക്കെയുള്ള വിവരം അന്വേഷിക്കാൻ ഞാനൊരു മെസ്സേജ് ഇട്ടു. എവിടെ എത്തി, യാത്ര തിരിച്ചു പോവുകയാണോ അതോ തിരുവനന്തപുരത്ത് തങ്ങുകയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ട്രെയിനിലാണ്. അപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് ഫൈസലുമായിട്ട് ബന്ധമുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലമൊന്നും കാര്യമായിട്ട് അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നലെ ചോദിച്ചു, എന്താണ് ജോലി? ഇങ്ങനെ പെട്ടെന്ന് ഓടിപ്പിടിച്ച് വരാനും മാത്രം ഉള്ള ഒരു ഫ്രീഡമുള്ള ആളാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്, കാസർഗോട്ടെ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ഒരു മത്സ്യത്തൊഴിലാളിക്ക് ഒരു തുറമുഖത്തിൻ്റെ ചരക്ക് കടന്നു പോകുന്നതോ അല്ലെങ്കിൽ പുറത്തിറങ്ങുന്നതോ കാണാനുള്ളൊരു കൗതുകം. എത്ര കിലോമീറ്റർ ദൂരെയാണ് അദ്ദേഹം വന്നത്? ഇനിയാണ് അതിൻ്റെ പരിണാമഗുപ്തി. 20 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് അദ്ദേഹം. സ്വന്തമായിട്ട് ബോട്ടുണ്ട്, ചെറിയ ബോട്ടാണ്, വലിയ മെക്കനൈസ്ഡ് ബോട്ടല്ല, നമ്മുടെ ഔട്ട്ബോർഡ് എഞ്ചിൻ പോലുള്ള ബോട്ടിൽ 20 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സ്വന്തമായിട്ട് ബോട്ട് ഇട്ട് പ്രവർത്തിപ്പിക്കുന്ന ആളാണ് ഫൈസൽ. അതിൻ്റെയൊക്കെ വിഷ്വൽ ഇടയ്ക്ക് പിന്നീട് എനിക്ക് അയച്ചു തന്നു. 20 നോട്ടിക്കൽ മൈൽ ഉള്ളിലോട്ടൊക്കെ അവർ പോകാറുണ്ട്. അപ്പോൾ എനിക്ക് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ചാറ്റ് ചെയ്തു. 20 നോട്ടിക്കൽ മൈൽ ഉള്ളിലോട്ട് പോകാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, കപ്പലുകളെയൊക്കെ കാണാറുണ്ടോ? ധാരാളം കാണാറുണ്ട്. കപ്പലുകളെ കാണാറുണ്ട്. കപ്പലുകൾ ഫൈസലിൻ്റെ വലയും കൊണ്ടിടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അത് വലിയ വിഷമമാണല്ലോ. അതൊക്കെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ നഷ്ടപരിഹാരം ആവശ്യപ്പെടാറില്ലേ, കപ്പലിനെതിരെ കേസ് കൊടുക്കാറില്ല എന്നൊക്കെ ചോദിച്ചോ? അതിൻ്റെയൊക്കെ പുറകെ പോകുന്നത് വെറുതെയാണ്. നഷ്ടം ചിലപ്പോൾ വലുതായിരിക്കാം, ചിലപ്പോൾ ചെറുതായിരിക്കാം. പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോർട്ട് അടുത്തായത് കാരണം കോസ്റ്റൽ ഷിപ്പിംഗ്, തീരദേശത്തു കൂടി പലപ്പോഴും കപ്പലുകൾ കടന്നു പോകാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ അതിനൊരു പരിഹാരമില്ലെന്ന് ചോദിച്ചു. ഈ എപ്പോഴും വലകൾ നഷ്ടപ്പെടുക എന്നുള്ള വിഷയത്തിലൊരു പരിഹാരം, അതും അങ്ങനെ മുന്നോട്ട് പോകും, അങ്ങനെ ഒരു പരിഹാരം ഇല്ല എന്ന് പറഞ്ഞു. അവസാനമായിട്ട് ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു. അതിനു മുമ്പ്, ആ ചോദ്യവും അതിൻ്റെ ഉത്തരവും ലഭിക്കുന്നതിന് മുമ്പ് 140 ദിവസത്തെ സമരം ഇവിടെ സംഘടിപ്പിച്ച് ഈ തുറമുഖത്തിന് ആഗോള അപകീർത്തി വരുത്തിയവർ, അതിന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് എല്ലാ പിന്തുണയും നൽകിയെന്നുള്ളത് സെയിലിംഗ് കമ്മിറ്റി വിസ്മരിക്കുന്നില്ല. എന്തായിരുന്നു ഏറ്റവും വലിയ ആരോപണം? മത്സ്യത്തൊഴിലാളികൾക്ക് കിടക്കപ്പുറതി ഉണ്ടാവില്ല, മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ പിടിക്കാൻ പറ്റത്തില്ല, മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ പറ്റില്ല, തീരത്ത് കിടന്നുറങ്ങാൻ പറ്റില്ല, കടൽ വന്ന് ഇതെല്ലാം കൂടി എടുത്തുകൊണ്ട് പോകും എന്നൊക്കെയുള്ള ആരോപണങ്ങളായിരുന്നല്ലോ. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സ്ക്വിഡ്, കണവ, ചെമ്മീൻ, കൊഞ്ച് എല്ലാം ഏറ്റവും കൂടുതൽ ലഭിച്ച
ഒരു സീസണാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുറമുഖം വന്നിട്ട് ഏകദേശം 1100ഓളം കപ്പലിലോട്ട് അടുക്കുന്നു. ഒരു മത്സ്യത്തൊഴിലാളിക്ക് പോലും ഇവിടെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ഇപ്പോൾ വ്യാജ ആരോപണങ്ങളുടെ പേരിലായിരുന്നു 140 ദിവസത്തെ സമരം സംഘടിപ്പിച്ചതെങ്കിൽ ഞാൻ ഈ ഫൈസലിനോട് ചോദിച്ചു, ഇത്രയും നഷ്ടങ്ങൾ വന്ന ആളെന്ന നിലയ്ക്ക്, ഞാൻ മെസ്സേജ് ഇട്ട് തന്നെയാണ് ചോദിച്ചത്, ഇത്രയും നഷ്ടങ്ങൾ വന്ന ആളെന്ന നിലയ്ക്ക് ഫൈസൽ കപ്പലുകളെയും പോർട്ടുകളെയും എതിർക്കാത്തത് എന്തുകൊണ്ടാണ്? എതിർക്കണ്ടേ? സാധാരണഗതിയിൽ അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടം ഉണ്ടാവുന്നു, വല കൊണ്ടുപോകുന്നു, തൊഴിലിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ കപ്പലിനെ എതിർക്കണ്ടേ? കപ്പലിനെയും പോർട്ടുകളെയും ഒക്കെ എതിർക്കണ്ടേ അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരുന്നു എന്നറിയാമോ? കപ്പലും പോർട്ടും ഒക്കെ വന്നാൽ കൂടുതൽ ജനങ്ങൾക്കല്ലേ അതിന്റെ ഗുണം. അടിയറ സിംപിൾ. മുഖ്യമന്ത്രി പ്രത്യേകം കേൾക്കണം. അതിന്റെ ഗുണം കൂടുതൽ ജനങ്ങൾക്കല്ലേ അതിന്റെ ഗുണം. മക്കൾക്ക് ഈ മേഖലയിൽ വിദ്യാഭ്യാസം കൊടുത്താലും അത് വലിയ തോതിൽ ഗുണം ലഭിക്കും. ഒരു മത്സ്യത്തൊഴിലാളി പറയാണ്, തികഞ്ഞ ഒരു മത്സ്യത്തൊഴിലാളി, കറകളഞ്ഞ മത്സ്യത്തൊഴിലാളി, കടലിൽ 20 നോട്ടിക്കൽ മൈൽ ഉള്ളിൽ പോയി മീൻ പിടിച്ചു കൊണ്ടുവരുന്ന അങ്ങറ്റത്ത് കാസർഗോട്ടെ മത്സ്യത്തൊഴിലാളി ഫൈസൽ പറയുന്നു, പോർട്ടും കപ്പലും വരുന്നത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക്, നമ്മുടെ മക്കൾക്ക് ഗുണമല്ലേ ചെയ്യുകയുള്ളൂ. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ വിശ്വാസം അത് തന്നെയായിരുന്നു, യാതൊരു സംശയമല്ല, അത് തന്നെയാണ്. പക്ഷെ അവരെ വഴിതെറ്റിച്ചവർ ആരാണെന്ന് മുഖ്യമന്ത്രിക്കറിയാം. ആ വഴിതെറ്റിച്ചവർ ഇപ്പോഴും നെഞ്ചു നിവർത്തി നടക്കുന്നുണ്ട്, ഇപ്പോഴും അംഗീകാരങ്ങൾ കൈപ്പറ്റുന്നുണ്ട്. അതൊക്കെ ഈ സമൂഹത്തോടും ഈ രാജ്യത്തോടും ഈ പുതിയ തലമുറയോടും ചെയ്ത മഹാപാതകമായിരുന്നു എന്നുള്ള ഒരു കുറ്റസമ്മതമെങ്കിലും ഒരു കുമ്പസാരമെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾ നടത്തണം എന്നാണ് ഫൈസൽ, സെയിലിംഗ് കമൻട്രി എന്നാണ് ഫൈസൽ എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളി നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ ഗേറ്റ് തുറക്കാനുള്ള ക്യാമ്പയിൻ 756 ദിവസം പൂർത്തിയായി. 757ാമത്തെ ദിവസമാണ് ഗേറ്റ് തുറന്നത്. അതിനെ സംബന്ധിച്ച് ശ്രീ സത്യനാരായണൻ ഒരു ചെറിയ കുറിപ്പിട്ടിട്ടുണ്ട്. താങ്ക് ഗോഡ് that the gate has opened after the completion of the auspicious angel number 756 day. 756 ദിവസം പിന്നിട്ടപ്പോഴാണ് ഗേറ്റ് തുറന്നത്. അപ്പോൾ എനിക്ക് ഈ പറയുന്ന ന്യൂമറോളജിയിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. 756 ഇനി 1756 ആയാലും നമ്മൾ ഈ ക്യാമ്പയിൻ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അദ്ദേഹം ഈ കുറിപ്പ് എഴുതിയപ്പോൾ ഞാൻ ഈ 756ന്റെ പ്രത്യേകത എന്താണെന്ന് അന്വേഷിച്ചു. ഈ ന്യൂമറോളജി 756 is seen as a transition number. ട്രാൻസിഷൻ നമ്പറാണ്. ഒരു സ്ഥിതിയിൽ നിന്ന് മറ്റൊരു സ്ഥിതിയിലോട്ടുള്ള മാറ്റമാണ് 756. ഉടയ തമ്പുരാനെ, നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ല. 756 എന്ന് പറയുന്നത് 756 ദിവസവും പൂട്ടിയിട്ടിരുന്ന ഒരു തുറമുഖത്തിന്റെ ഗേറ്റ്, ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയുടെ ഗേറ്റ്, അതിന്റെ ട്രാൻസിഷനാണ് 756 സൂചിപ്പിക്കുന്നതെന്ന് ന്യൂമറോളജി പറയുന്നു. ഇനിയുമുണ്ട്. സ്പിരിച്വാലിറ്റി, ഇന്നർ വിസ്ഡം, ആന്തരിക ജ്ഞാനം. ആ ആന്തരിക ജ്ഞാനമാണ് ഈ പ്രോജക്റ്റിന് വേണ്ടി നമ്മൾ ഇപ്പോഴും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സത്യം, ഈ തുറമുഖം എന്ന് പറയുന്ന സത്യം സാമ്പത്തിക വിമോചനത്തിന് നമ്മളെ പ്രാപ്തരാക്കും എന്നുള്ള ആന്തരിക അറിവ്, ആന്തരിക ജ്ഞാനമാണ് ഈ 756 ദിവസം മാത്രമല്ല കഴിഞ്ഞ 30 വർഷവും ഞങ്ങളെ നയിച്ചത്. പിന്നെ ചേഞ്ച്, ഫ്രീഡം, സാമ്പത്തിക സ്വാതന്ത്ര്യം, ഹോം, റെസ്പോൺസിബിലിറ്റി, ബാലൻസ്. റെസ്പോൺസിബിലിറ്റി ഞാൻ ഇതിനകത്ത് ലിങ്ക് ചെയ്യാണ്. ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിച്ചു, ഇനിയുമുണ്ട്, ഇനിയും ആ ഉത്തരവാദിത്വം നിർവഹിച്ചു കൊണ്ടേയിരിക്കും. ട്രസ്റ്റ് ദ ചേഞ്ചസ് ഹാപ്പനിങ്, they are leading you toward more stability and purpose. ഇതെല്ലാം ഈ 756മായി ബന്ധപ്പെട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. ട്രസ്റ്റ്, ഒരു കാര്യത്തിലുള്ള വിശ്വാസം. ചേഞ്ചസ് ഹാപ്പനിങ്, മാറ്റം സമൂഹത്തിലുണ്ടാക്കാൻ പോകുന്നത്, തുറമുഖത്ത് മാത്രമല്ല, അത് സമൂഹത്തിലുണ്ടാക്കാൻ പോകുന്ന മാറ്റം. they are leading you toward more stability. നമുക്ക് വലിയ കരുത്ത്, നമ്മുടെ വലിയൊരു ആങ്കറിങ് നൽകാൻ കഴിയുന്നതാണ് എന്നെല്ലാം 756 എന്നുള്ള
ആ സംഖ്യയുടെ പിന്നിലുണ്ട് എന്ന് ശ്രീ സത്യനാരായണന്റെ കുറിപ്പ് കണ്ടപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് തിരിച്ചറിയുന്നത്. ന്യൂമറോളജിയെക്കുറിച്ച് ഒരല്പം വായനയ്ക്ക് അവസരം നൽകിയ ശ്രീ സത്യനാരായണനോടും ശൈലിംഗ മിത്രയുടെ കടപ്പാട് പ്രകടിപ്പിക്കട്ടെ.